ഭാഷ പഠിപ്പിക്കുന്നത് ബഹുഭാഷാ പണ്ഡിതനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ദുബായിലാണ് ക്ലാസ്. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ അറബികൾ കുറവായതിനാൽ മാത്രം മലയാളത്തിൽ സംസാരിക്കുന്നു. ഭാഷ പലയാതി ഭാഷകളുണ്ട്. 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞതുപോലെ ഭാഷയോട് ഭാഷയാണ് ഇന്ത്യയിൽ. എത്ര തരം ഭാഷകളാണ്? ഞാൻ അവിടെ പോയി മുസഫർ നഗർ പോയി ഹിന്ദിയിൽ പ്രസംഗിച്ചു പറഞ്ഞു. ഹിന്ദി തന്നെ എത്ര ഉണ്ട്? ഹിന്ദി തന്നെ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ ഹിന്ദി എൻ്റെ ഹിന്ദിയാണ്. എൻ്റെ ഹിന്ദി അല്ലാത്ത ഹിന്ദി വേറെ ഉണ്ടാവും. അതിപ്പോ മൂപ്പര് നയിക്കുന്ന ലീഗ് മൂപ്പരുടെ ലീഗല്ലേ? അങ്ങനെ തന്നെ മൂപ്പര് പറയുന്ന ഹിന്ദി മൂപ്പരുടെ ഹിന്ദി. ഏതോ TV-ക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞ ഹിന്ദിയിൽ എന്തോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. TV-ക്കാർക്ക് അത് പറ്റിയത്. കാരണം എന്താ വെച്ചാൽ എത്രയോ ഹിന്ദി എത്രയോ ഉണ്ട്. ഞാനിവിടെ പച്ച മലയാളത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ കൂടി പെട്ടെന്ന് ഡൽഹിയിൽ പോയി മുസഫർ നഗറിൽ പ്രസംഗിക്കേണ്ടി വന്നപ്പോ ഹിന്ദിയിൽ പ്രസംഗിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ല. അവിടെ ഗ്രാമർ നോക്കാൻ അതു കറക്റ്റാണ്. ഹിന്ദി പറയേണ്ടി വന്നാൽ ഉറുദു പറയുക എന്നല്ലാതെ അവിടെ എന്ത് ഗ്രാമർ നോക്കാൻ? അല്ലെങ്കിലും ഭാഷയുടെ കാര്യത്തിൽ ആശ്രയിക്കാവുന്ന ഉസ്താദ് PK ബഷീർ അല്ല, PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എന്ന കാര്യം മുസഫർ നഗറിൽ വെച്ച് തന്നെ പൊളിമിക്സ് സമ്മതിച്ചതാണ്. ये बाजू में ये हमारा पहले प्रोजेक्ट है, लेकिन ये आखिरी नहीं और होना है. कादर बशीर साहब अभी इधर बोला, ये एक ट्रेंड सेटर है. क्या बोलता है ट्रेंड सेटर को? उर्दू में शुरुआत आगाज है. अभी ज़्यादा आ जाएगा. उसके साथ मुस्लिम लीग भी बड़ा हो जाएगा. वही है पीपी मोहम्मद साहब अभी इधर आपको बोला है. ഇതാണ് മുസഫർ നഗർ പ്രസംഗം. C കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിനും VK കൃഷ്ണമേനോന്റെ 8 മണിക്കൂർ നീണ്ടുനിന്ന UN പ്രസംഗത്തിനും ശേഷം ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മലയാളിയുടെ പ്രസംഗം. അതിൻ്റെ ഇടയിൽ ഗ്രാമർ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞാനിപ്പോൾ അവിടെ സാഹിത്യം പറയാൻ പോയതല്ല. അത്യാവശ്യമില്ലെങ്കിൽ എനിക്കറിയണ ഹിന്ദി ഉറുദു ഒന്നും പറയില്ലായിരുന്നു. തമിഴ്നാട്ടിൽ പോയ അത്യാവശ്യം തമിഴിൽ പ്രസംഗിക്കണമെങ്കിലും എനിക്ക് ഓതി കൊണ്ടൊന്നുമില്ല. അത്യാവശ്യം ചില ഭാഷകളൊക്കെ എനിക്കറിയാം. പക്ഷെ ആവശ്യം വരുമ്പോഴല്ലേ പുറത്തെടുക്കേണ്ടതുള്ളൂ. ആവശ്യമില്ലാത്തപ്പോ സ്റ്റൈലാക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അതില്ല, അതിൻ്റെ കാര്യവുമില്ല. PV നരസിംഹറാവുവിനു ശേഷം ഉത്തരേന്ത്യൻ ഭാഷകളും ദക്ഷിണേന്ത്യൻ ഭാഷകളും ഒരേപോലെ സംസാരിക്കുന്ന ഒരൊറ്റയാളേ ഉണ്ടായിരുന്നുള്ളൂ പാർലമെൻറ്റിൽ, അബ്ദുസ്സമദ് സമദാനി. ആ സമദാനി ജീവിച്ചിരിക്കെ അദ്ദേഹത്തെ പരിഗണിക്കാതെ എന്തിനാണ് തങ്ങൾ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ദില്ലിയിലേക്ക് അയച്ചത് എന്നറിയാതെ അന്തം വിട്ടിരിക്കുകയായിരുന്നു പൊളിമിക്സ്. ഇപ്പോഴേതായാലും കാര്യം പിടികിട്ടി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് സമദാനിയേക്കാൾ യോഗ്യൻ. ET ബഷീർ ഒറ്റക്കായിരുന്നുവെങ്കിൽ ആകെ കുഴങ്ങിപ്പോയേനെ. മൂപ്പരും കുഴങ്ങും, കേൾക്കുന്നവരും കുഴങ്ങും. Qadir Moin Sahib, he is from the generation of Qaida. He know all the points. He know all the our feelings. He is the man who inspired us to take up all these major tasks. He is really motivating the generation to come up. I would like to say, this is a humble beginning for us. As far as Indian Union Muslim National Committee is concerned, this is a step forward. Inshallah, after completing this project, including the school, we will move to the next site. ഇതുകൊണ്ട് കാര്യമില്ല എന്ന് ETക്ക് അറിയില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അതറിയാം. പ്രസംഗം കേട്ട മുസഫർ നഗർക്കാർക്കും അതറിയാം. അവരോട് ഇംഗ്ലീഷ് പറയാൻ പറ്റൂല. മുസഫർ നഗറിൽ ഇരിക്കുന്ന പാവപ്പെട്ട അവിടെ ഇരിക്കുന്ന ആളുകളോട് ഇംഗ്ലീഷ് പറയാൻ പറ്റൂല. ഉറപ്പാണല്ലോ മലയാളത്തിൽ പറയാൻ പറ്റൂല. പിന്നെ അത്യാവശ്യം ഉറുദുവിലോ ഹിന്ദിയിലോ പറയല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാൻ പഠിച്ച ഹിന്ദിയിൽ ഞാൻ പറഞ്ഞത്.
പക്ഷേ അവർക്ക് നന്നായി മനസ്സിലായിക്കണു, യാതൊരു സംശയവും എനിക്കില്ല. അതവരെ മുഖത്ത് നോക്കി അറിയാലോ. പോരുമ്പോ എന്നോട് വിശേഷമൊക്കെ ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. മുസ്ലിം ലീഗിൽ ദേശീയ നേതാവായ ഒരാൾ ഉണ്ടെങ്കിൽ അത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമാണ്. ഏതായാലും ഈ വിവരമൊക്കെ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ കഴിവിനെ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഏർപ്പാട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.